ഹായ് ഹലോ. ഈ വീഡിയോ കാണുന്നവർ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യണം എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. എന്നെപ്പോലുള്ള ആൾക്കാർ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് ബാക്കിയുള്ളവരൊന്ന് അറിഞ്ഞേക്കട്ടെ. ഞാൻ ഈ പറയാൻ പോകുന്ന വ്യക്തികളുടെ പേര് നേരത്തെ എൻ്റെ വീഡിയോയിലും ഉണ്ടായിരുന്നു. അതുൽ വ്ളോഗ്സ്, ദയ, അച്ചു, ഡാനി സത്യൻ, പിന്നെ ലൈഫ് ഓഫ് അനന്ത്. ഇവരൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ രേണുസുതിയെ ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ ഇത്രയും വീഡിയോ ഇറക്കി, ഒരുപാട് വീഡിയോ ഇറക്കി. രേണുസുതിയെ മാത്രമല്ല, ഈ അതുൽ വ്ളോഗ്സ് എവിടെ പെണ്ണുങ്ങളിങ്ങനെ തെരഞ്ഞു പിടിച്ചിരിക്കുക. തെരഞ്ഞു പിടിച്ചിട്ട് അവരെ മാക്സിമം പബ്ലിക്കിട്ട് നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. തെറ്റ് ചെയ്തോ ശരിയാണോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അവർക്കിങ്ങനെ തിന്നാൻ വല്ലതും കിട്ടിയാൽ മതി. വീഡിയോ ചെയ്ത് റീച്ച് കിട്ടി, നെഗറ്റീവ് പറയുമ്പോൾ എന്തെല്ലാം റീച്ച് കിട്ടുമല്ലോ, അതുകൊണ്ട് തിന്നാൻ കിട്ടിയാൽ മതി, സുഖമായിട്ട് ജീവിച്ചോളും ഇവരെ പോലുള്ള പുഴുക്കൾ. അതുൽ വ്ളോഗ്സൊക്കെ. ഇതിൽ ദയാച്ചു എന്ന് പറയുന്നൊരു പുള്ളിക്കാരി വന്ന സീസൺ ഉണ്ടല്ലോ ബിഗ് ബോസ്. അയ്യോ, കണ്ടപ്പോഴേ വെറുത്ത മുതലാത്. ആ വന്ന് കയറിയപ്പോഴാണ് അങ്ങനെ ഒരു പുള്ളിക്കാരി ഉണ്ടെന്ന് തന്നെ അറിയുന്നത് തന്നെ. എൻ്റെ അഭിപ്രായം എനിക്ക് പറയാമല്ലോ, എൻ്റെ ചാനലാണ് ഞാൻ പറയുന്നത്. ഈ വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുൽ വ്ളോഗ്സിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിലും, ദയാച്ചുൻ്റെ ഫാൻസ് ഉണ്ടെങ്കിലും, ഡാനി സത്യൻ്റെ ഫാൻസ് ഉണ്ടെങ്കിലും, ലൈഫ് ഓഫ് അനന്തുവിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. എനിക്ക് ഫേമസ് ആവാൻ വേണ്ടിയിട്ടല്ല, ഞാനതൊന്ന് തിന്നാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കുന്നതുമില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. റീച്ച് കിട്ടാനും അല്ല. എനിക്ക് റീച്ച് കിട്ടണമെങ്കിൽ രേണുസുതി രണ്ട് കുറ്റം പറഞ്ഞാൽ പോരെ. എനിക്ക് റീച്ച് കിട്ടത്തില്ല, ഇപ്പോൾ എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്. എനിക്കങ്ങനെ ചെയ്താൽ പോരെ, എനിക്കെൻ്റെ ആവശ്യമില്ല. അതുൽ വ്ളോഗ്സ് വന്നിരുന്ന് കാണിക്കുന്നതൊക്കെ എൻ്റെ പൊന്നോ, അച്ഛനമ്മയും കാണുന്നില്ലെന്ന് തോന്നുന്നല്ലേ. അത് അച്ഛനമ്മ ഇങ്ങനെയാണോ അതിലിൻ്റെ? അല്ല, ചില അച്ഛനമ്മയൊക്കെ ആണെങ്കിൽ, മിക്കുള്ള അച്ഛനും അമ്മയൊക്കെ മക്കളെ ഇങ്ങനെ മറ്റുള്ളവർ പറയുന്നതും തന്തയ്ക്കും തള്ളയ്ക്കും വിളിപ്പിക്കാതൊക്കെ മാക്സിമം നോക്കുവർ. ഈ നാണോ മാനം കെട്ടവരാണ് ഇങ്ങനെയൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് പറ്റൂ ഇങ്ങനെയൊക്കെ വന്ന് പുഴുക്കളെപ്പല്ലാം കുത്തി 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 ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും. തിരഞ്ഞു പിടിച്ചേക്കുക. രേണുസുതി ബിഗ് ബോസിനകത്ത് പോയിട്ടും കണ്ടന്റ് വരുന്നില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ആരവിടെ കുറച്ച് ഉയർന്നു നിൽക്കുന്നത്? രേണുസുതി ഇല്ലേ? രേണുസുതിക്ക് അറിയാം അവിടെ എന്ത് പറഞ്ഞാലും അതിനിങ്ങനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പുറത്ത് കുറച്ച് ആൾക്കാർ ഇങ്ങനെ കണ്ണും നട്ടിരിപ്പുണ്ടെന്ന് അല്ലേ? അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ലൈഫ് ഓഫ് അനന്തു ആയാലും അതുൽ വ്ളോഗ്സൊക്കെ ഞാൻ കമൻറ്റ് ചെയ്തപ്പോൾ എൻ്റെ അടുത്തൊന്ന് ചോദിച്ച ചോദ്യമുണ്ട്. ലൈഫ് ഓഫ് അനന്തു പറയാണ്, എങ്കിൽ തെളിയിക്കണം മിസ്റ്റർ. അതുൽ വ്ളോഗ്സിൻ്റെ കമൻറ്റ്, എനിക്കറിയാം ഞാൻ പറയാൻ സത്യമാണ്, ആ ബോധം ഉണ്ടെന്ന്. രണ്ടുപേർക്കും ഒന്നും അറിയത്തില്ല. എന്താ നിങ്ങൾക്ക് അറിയാവുന്നേ? നിങ്ങളൊരാൾ ഒരു പെണ്ണെന്നാണെന്ന് നോക്കണം. നിങ്ങളൊരാളെ പബ്ലിക് ഒരു വീഡിയോ അങ്ങോട്ട് ഇടുന്ന സമയത്ത് ഇത്രത്തോളം നെഗറ്റീവ് ആൾക്കാർ ഈ ലോകത്തുണ്ടെന്ന് അറിഞ്ഞിട്ടും പിന്നെ വീണ്ടും നെഗറ്റീവ് കൊണ്ട് ഇട്ട് കൊടുത്ത് വിഷം കുത്തി അവരെ വീട്ടുകാരെ നാണം കെടുത്തി മക്കളെ നാണം കെടുത്തി നിങ്ങൾക്ക് എന്ത് കിട്ടാനാടേ? നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്? എന്തിനാണ് ജീവിക്കുന്നത്? അത് ഭയങ്കര മോശം പരിപാടിയാണ്. അങ്ങനൊന്നും ചെയ്യരുത്. അങ്ങനൊന്നും ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഇനി ചെയ്താലും ഇങ്ങനെ ഇതുപോലുള്ള ആൾക്കാരെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും, പ്രതികരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് അങ്ങനെ പറ്റും.